നായ്ക്കളെ വളർത്തുന്നത് താരങ്ങളുടെ ഒരു പതിവാണ്. മഞ്ജുവിനും ഒരു നായ്ക്കുട്ടിയുണ്ട്. ഒരു ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട നായക്കുട്ടി. സ്വന്തം കുഞ്ഞിനെ പോലെ തന്നെയാണ് മഞ്ജു അതിനെ പരിപാലിക്കുന്നത്. എപ്പോഴും കൂടെ ഇരുന്ന് കൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം ഒപ്പം തന്നെ നിൽക്കാറുണ്ട്. ഒരു കുഞ്ഞിനെ വളർത്തുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ഈ ഇനം നായ്ക്കളെയൊക്കെ നമ്മൾ വളർത്തിയെടുക്കുന്നത്. അത് മനസ്സിലാക്കുന്ന മഞ്ജുവിന് അത് വളരെയധികം അനായാസേന തന്നെ ഇപ്പോൾ നടക്കുന്നുമുണ്ട്. മീനാക്ഷിയെ നഷ്ടപ്പെട്ട മഞ്ജുവിന് ശരിക്കും പറഞ്ഞാൽ ഒരാശ്വാസം ഇപ്പോൾ ആ നായക്കുട്ടിയുടെ കൂടെ സമയം ചിലവഴിക്കുമ്പോൾ തന്നെയാണ്. ഇപ്പോഴിതാ ആ നായക്കുട്ടിയുടെ വരവും അതുപോലെ അതിൻ്റെ വളർച്ചയുമൊക്കെ ആഘോഷിക്കുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ആ നായക്കുട്ടിയെ വരച്ചിരിക്കുകയാണ്, പെയിൻറ് ചെയ്തിരിക്കുകയാണ്. വളരെ മനോഹരമായി തന്നെയാണ് ആ പെയിൻറ്റിങ് കാണുന്നതും. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. മഞ്ജു എത്രമാത്രമാണ് അതിനെ സ്നേഹിക്കുന്നതെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. മഞ്ജുവിൻ്റെ സഹോദരൻ മധുവിൻ്റെ മക്കളും ഇതിനോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. എപ്പോഴും അപ്പച്ചി എന്ന് വിളിച്ച് കൂടെ നടക്കാറുണ്ട്. ഈ മധുവിൻ്റെ മക്കളാണ് ഭൂരിഭാഗം സമയത്തും മഞ്ജുവിൻ്റെ കൂട്ടുകാരായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ചും പ്രേക്ഷകർക്ക് നന്നായി തന്നെ അറിയാം. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും അത് ഏറ്റെടുക്കുന്നു. മഞ്ജു പങ്കുവച്ച ഈ വാർത്ത പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെയാണ് കാണുകയും ചെയ്യുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവെക്കുന്ന വാർത്ത കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകുന്നു. മഞ്ജുവിനോടുള്ള സ്നേഹം അത് പ്രേക്ഷകർ അങ്ങനെ തന്നെ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരെല്ലാവരും ഈ ഒരു വാർത്തയെപ്പറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന കാര്യമായി തന്നെ ഇത് മാറുന്നുമുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ മഞ്ജുവിൻ്റെ ദത്തുപുത്രി എന്നാണ് ഈ ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട നായയെക്കുറിച്ച് പറയുന്നത്. മീനാക്ഷി അടുത്തില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ലാളിക്കാനോ അല്ലെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ സ്നേഹമോ ഒരു മാതൃസ്നേഹമോ ഒക്കെ തന്നെ നഷ്ടമാവുകയായിരുന്നു മഞ്ജുവിന്. എന്നാൽ അതെല്ലാം തന്നെ തിരിച്ചു വന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ പ്രതീക്ഷയുള്ളത് കൊണ്ടാണ്. ഇത്തരം നായ്ക്കളെ വളർത്തുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലെ ഒരു അമ്മയെ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയുള്ളതാണ് സത്യം. മഞ്ജു എപ്പോഴും ഈ നായയുടെ കൂടെ തന്നെയാണ്. ആദ്യം ഈ നായയെ കൊണ്ടുവന്ന സമയത്തൊക്കെ മഞ്ജുവിന് ചെറിയ ഭയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ നായയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അമ്മയും ഒക്കെ ആകാൻ മഞ്ജുവിന് സാധിച്ചു. മധുവുമായി വളരെയധികം ഇണക്കത്തിലാണ്. അതുപോലെ തന്നെ മധുവിൻ്റെ മക്കളുമായും ഈ നായ ഇണക്കത്തിലാണ്. എല്ലാവരുമായി വളരെ എളുപ്പത്തിൽ ഇണക്കത്തിലാകുന്ന ഒരു ബ്രീഡ് കൂടിയാണ് ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട ബ്രീഡ്. അതുപോലെ ഫ്ലാറ്റിലും മറ്റുമൊക്കെ നമുക്ക് താമസിപ്പിക്കാനും എളുപ്പത്തിൽ നോക്കാനും കൂടി സാധിക്കുന്ന ഒരു എക്സ്പെൻസീവ് ബ്രീഡ് തന്നെയാണ് ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട ഈ നായകൾ. പൊതുവെ വളരെ അടുപ്പമുള്ളവർ കയ്യിൽ കൊണ്ട് നടക്കാനും ഒപ്പം കിടത്തി ഉറക്കാനും ഒക്കെയാണ് സ്വാഭാവികമായി ഷിറ്റ്സു ഇനത്തിൽപ്പെട്ട നായകളെ സ്വീകരിക്കുകയും ചെയ്യുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.